പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. 31ാമത് ചെറുവക്കൽ കൺവെൻഷൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ഡി രാജു അവറുകൾ, അതുപോലെ ഈ വേങ്ങൂർ സെൻറ്ററിനും ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിക്കും ഫൗണ്ടർ പ്രസിഡൻ്റായിരിക്കുന്ന റവറൻ ഡോക്ടർ ജോൺസൺ ദാനിയർ അവറുകൾ, അതുപോലെ ലിസി ആൻറ്റി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ഭൃത്യന്മാർ, വചനം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവിടെ അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ശാലയം ഓയിസ് പത്തനാപുരം, അതുപോലെ എൻ്റെ സ്നേഹിതരായി മാതാപിതാക്കളായി സഹോദരങ്ങളായി കുഞ്ഞുങ്ങളായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾക്ക് ഇങ്ങനെ ആയിരിക്കാൻ, പ്രത്യേകിച്ച് ഈ 31ാമത് ചെറുവക്കൽ കൺവെൻഷൻ്റെ 5ാം രാത്രിയിൽ ജീവൻ ഉള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളായിരുന്നു കൊണ്ട് ജീവനുള്ള സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കർത്താവ് നൽകിയ സാവകാശം ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജോൺസൺ സാർ എപ്പോഴും പറയുന്ന പോലെ ചെറുവക്കൽ സ്റ്റൈലിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കണ്ടോ, എപ്പോഴാ സ്റ്റൈൽ വന്നേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം വളരെ പരിമിതമാണ്. എൻ്റെ പിന്നാലെ അനുഗ്രഹീത ദേവദാസൻ ശുശ്രൂഷിക്കുവാനുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പെട്ടെന്ന് ഒരു വേദഭാഗം വായിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ദേവസ്വനായിരിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11ാം അധ്യായം അതിൻ്റെ 28ാമത്തെ വാക്യം. തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഈ വാക്യം വായിച്ചപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പ്രസംഗം എന്തുവാന്ന് മനസ്സിലായി. ആമേൻ, റൈറ്റ്? സ്തോത്രം. പക്ഷേ നിങ്ങളുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമായിട്ട് ഒരു തലത്തിൽ പോകുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് ലാസ്റ്റിൽ കൊണ്ട് ഞാൻ നിർത്താം എന്ന് താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ആ ഒരു പ്രത്യേക ശ്രദ്ധ ഈ മെസ്സേജിൻ്റെ ഉടനീളം ഉണ്ടായിരിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലെ 43ാമത്തെ പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഇതിന് 21 അധ്യായങ്ങളും 878 വാക്യങ്ങളും ഉണ്ട് എന്ന് ഇപ്പോൾ പരിശോധിക്കരുത്, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മതി എന്ന് നമ്മൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. സബദീ പുത്രന്മാരായ യാക്കോബിനും യോഹന്നാനും കർത്താവ് ഇടിമക്കൾ എന്ന് പേര് കൊടുത്തു എന്നും ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. സ്തോത്രം. പത്രോസിനോടും യാക്കോബിനോടും ഒപ്പം കർത്താവിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യന്മാരിൽ ഒരാളായ ആളാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യെരുശലേം സഭയുടെ തൂണായി മാറിയ യോഹന്നാൻ അവിടെ നിന്നും എഫെസോസിൽ പോയ ശേഷം എഫെസോസിൽ വെച്ച് AD 80-90 കാലഘട്ടത്തിൽ എഴുതിയ സുവിശേഷമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. സ്തോത്രം. തുടർന്ന് റോമാക്കാർ അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി എന്ന് വെളിപ്പാട് പുസ്തകം 1:9 നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ സുവിശേഷം കൂടാതെ 3 ലേഖനങ്ങളും പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥമാകുന്ന വെളിപ്പാട് പുസ്തകവും അദ്ദേഹം രചിച്ചതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. മറ്റ് 3 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്താത്ത അനേക കാര്യങ്ങൾ ഈ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറ്റു സുവിശേഷങ്ങളിലുള്ള വിഷയങ്ങൾ ഒന്നുകൂടെ കൂലങ്കക്ഷമായി പഠിക്കുന്നതിന് ഉപകരിക്കുന്ന ഒരു പുസ്തകം കൂടെയാണ് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം. യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി വെളിപ്പെടുത്തി യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയ്ക്ക് ഊന്നൽ നൽകി ആരംഭിക്കുന്ന ഒരു സുവിശേഷമാണ് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം. ആ ദൈവപുത്രനായി ഊന്നൽ നൽകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഒരു സ്തോത്രമൊക്കെ വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് എപ്പോഴും ചെറുപ്പക്കൽ സ്റ്റൈലിലായിരിക്കണം. ഒരു സ്വതന്ത്രം ബോഡയ്യ എന്ന് പറയുമ്പോൾ മാത്രം ബോഡിയാ പോരാ, എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു ഗുണമേന്മയിൽ അധികാരമുള്ളവനാണ്. ജീസസ് ഈസ് ദ മാസ്റ്റർ ഓവർ ക്വാളിറ്റി എന്ന് 2-ാം അധ്യായത്തിൽ അടയാളങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ട് കർത്താവ് അവിടെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജഭൃത്യന്റെ മകന്റെ സൗഖ്യത്തിൽ കൂടി യേശുക്രിസ്തു ദൂരത്തിന്മേൽ അധികാരമുള്ളവനാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ജീസസ് ഈസ് ദ മാസ്റ്റർ ഓവർ ദ ഡിസ്റ്റൻസ്. പ്രൈസ് ദി ലോർഡ്. 5-ാം അധ്യായത്തിൽ ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന് മനുഷ്യന് സൗഖ്യം കൊടുത്തുകൊണ്ട് യേശുക്രിസ്തു സമയത്തിന്മേൽ അധികാരമുള്ളവനാണെന്ന് തെളിയിച്ചു. ജീസസ് ഈസ് ദ മാസ്റ്റർ ഓവർ ദ ടൈം. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ, അവിടെ പുരുഷന്മാരെ മാത്രം 5000 എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാനങ്ങനെ പറയുക, അതിലധികം ഏകദേശം 1,00,000 ആൾക്കാരെ പോഷിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു ജീവന്റെ അപ്പവും വർദ്ധനവിന്മേൽ അധികാരമുള്ളവനുമാണെന്ന് തെളിയിച്ചു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ബ്രെഡ് ഓഫ് ലൈഫ് ആൻഡ് മാസ്റ്റർ ഓവർ ദ ക്വാണ്ടിറ്റി എന്ന് തെളിയിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ അധികാരം നമ്മൾക്ക് മനസ്സിലാകുവാൻ ഇടയായി തീരണം. ഇന്ന് പകലിൽ നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ കുഞ്ഞുങ്ങളോ ഏതെങ്കിലും രാജ്യത്തായിരിക്കുന്നുവെങ്കിൽ ആ ദൂര പരിധി കൂടാതെ ഈ വിദൂരതയിൽ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശക്തി അയച്ച് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരട്ടെ. വെള്ളത്തിന്മേൽ നടന്ന് കാറ്റിനെ ശാന്തമാക്കിക്കൊണ്ട് യേശുക്രിസ്തു പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണെന്ന് തെളിയിച്ചു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മാസ്റ്റർ ഓവർ ദ നേച്ചർ എന്ന് തെളിയിക്കുവാനിടയായി തീർന്നു. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടായനായവന് സൗഖ്യം കൊടുത്തുകൊണ്ട് യേശു ലോകത്തിന്റെ വെളിച്ചം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് തെളിയിക്കുവാനിടയായി. ആ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ശിക്ഷകണം ആയിരിക്കുന്ന നമ്മൾ ഇന്ന് ആ വെളിച്ചം പ്രാപിച്ചവരാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരട്ടെ. 11-ാം അധ്യായത്തിലെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു മരണത്തിന്മേൽ അധികാരമുള്ളവനാണെന്ന് തെളിയിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ജീസസ് ക്രൈസ്റ്റ് ഹാസ് പവർ ഓവർ ഡെത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത്ഭുതകരമായ മീൻപിടുത്തത്തിലൂടെ യേശു ജീവജാലങ്ങളുടെ മേൽ അധികാരമുള്ളവനാണെന്നും തെളിയിച്ചു. ജീസസ് ഈസ് ദ മാസ്റ്റർ ഓവർ ലിവിംഗ് തിങ്സ്. അങ്ങനെ 8 വലിയ അത്ഭുതങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. അതില് ഞാൻ ഇന്ന് വായിച്ച ആ കാര്യം, ആ വാക്യം, സാഹചര്യം നിങ്ങൾക്കറിയാം. 7-ാമത്തെ അത്ഭുതമാണ്. 1-ാമത്തെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി. അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് അത് ചെയ്തു. 1-ാമത്തെ അത്ഭുതം വിവാഹ വീട്ടിലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന 7-ാമത്തെ അത്ഭുതം മരണ വീട്ടിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മുടെ ഉല്ലാസ വേളകളിലും സന്താപ വേളകളിലും ഒരുപോലെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പോൾ സന്താപ വീട്ടിലും സന്തോഷ വീട്ടിലും ഇറങ്ങി വന്ന് ഒരുപോലെ പ്രവർത്തിക്കുന്ന ദൈവം. ഉടനടിയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. പക്ഷേ അടുത്ത 4 ദിവസം എടുത്തു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടി 4 ദിവസം എടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പെട്ടെന്നുള്ള മറുപടി
വൈകി വന്ന മറുപടി ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. രണ്ടിടത്തും യേശുവിനെ ക്ഷണിച്ചിരുന്നു. രണ്ട് വീട്ടിലും ഉണ്ടായ പ്രശ്നം അവർ യേശുവിനെ ധരിപ്പിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തക്ക സമയത്ത്, പിതാവിന്റെ സമയത്ത് രണ്ട് സ്ഥലങ്ങളിലും പ്രവർത്തിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ 31ാമത് ചെറുപക്കൽ കൺവെൻഷനിലായിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. എന്റെ ജീവിതത്തിലെ സമസ്ത വിഷയങ്ങളിൽ മേലും പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം ഇന്ന് ഈ പന്തലിൻ നടുവിൽ കൂടി ഉലാവുന്നുണ്ടെന്ന് വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ ഓർപ്പിച്ചു, അടയാളങ്ങളുടെ ആരംഭമാണ് കാനാവിൽ സംഭവിച്ചത്. രണ്ടാമത്തെ അത്ഭുതം രാജഭൃത്യന്റെ മരിപ്പാറായ മകന് കൊടുത്ത സൗഖ്യമാണ്. ഇനി കമോൺ പാസ്റ്റേഴ്സ്, 5 പോയിന്റ് പറഞ്ഞ് പ്രസംഗിച്ചാൽ 10 പോയിന്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിവുള്ള വിശ്വാസികൾ ഇതിന്റെ നടുവിലുണ്ട്. വാക്യം വായിച്ചപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാകുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന അവസാനം അത്ഭുതം ഏതാണ്? എനിബഡി? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന അവസാനത്തെ അത്ഭുതം. 1ഉം 2ഉം അത്ഭുതങ്ങൾ അത് വാക്യസഹിതം വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത്ഭുതം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇന്നു രാത്രിയിൽ ഈ 31ാമത് ചെറുപക്കൽ കൺവെൻഷനിലും ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ആത്മാക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നു? അവൻ ഇന്നും അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, അവൻ വിശ്വസിക്കുന്നവരെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽ നമ്മളെ, ഇന്ന് രാത്രി നമ്മളെ സമർപ്പിക്കുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. മാർത്ത വന്ന് മറിയോട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഈ കൺവെൻഷന്റെ ഉദ്ഘാടന ദിവസം കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഈ ഭാഗം ഒന്ന് പറഞ്ഞായിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അപ്പോൾ ആ ഭാഗം വിശദമായി പറയുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. അതിനു മുമ്പ് ഈ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം, അതുപോലെ ഇത് ഏത് സ്ഥലമാണ്, എവിടെ, എന്തൊക്കെ ആ സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അറിയാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? അയ്യോ, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നിർത്തിയാൽ മതി എന്നുള്ള ചിന്തയിലായിരിക്കുന്നതോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയാൻ താല്പര്യമുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സ്ഥലമെന്ന് പറയുന്നത് ബേഥാന്യ ആണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. യെരുശലേമിന്റെ തെക്ക് കിഴക്ക് 3 കിലോമീറ്റർ ദൂരെ മാറിയാണ് ഈ ബേഥാന്യ സ്ഥിതി ചെയ്യുന്നത്. ബേഥാന്യ എന്ന് പറഞ്ഞാൽ അത്തിക്കായ്കളുടെ വീട് എന്നാണ് അർത്ഥം. ബേഥാന്യയിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ചില സംഭവങ്ങൾക്ക് ബേഥാന്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒന്ന്, യോഹന്നാൻ 1:28 യോഹന്നാൻ സ്നാനം കഴിപ്പിച്ച സ്ഥലമാണ് ബേഥാന്യ. 11:1 നമുക്കറിയാം, മാർത്തയും മറിയയും ലാസറും പാർത്ത പട്ടണമാണ് ബേഥാന്യ. 11:53 യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അന്ന് മുതൽ യേശുവിനെ കൊല്ലുവാൻ അവർ ആലോചിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:50-51 വായിക്കുമ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലമാണ് ഈ ബേഥാന്യ. പ്രൈസ് ദി ലോർഡ്. തന്നെ അനുധാവനം ചെയ്ത ശിഷ്യഗണത്തെ അനുഗ്രഹിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്ത സ്ഥലം കൂടിയാണ് ഈ ബേഥാന്യ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂത് അവിടെ ഒന്ന് പറയാം. യേശുവിനെ യഹൂദന്മാർ കൊല്ലുവാൻ ആലോചിച്ച ആ
അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അനുഗമിച്ച ശിക്ഷകണത്തെ അനുഗ്രഹിച്ചെങ്കിൽ പ്രൈസ് ദി ലോർഡ്, എന്നെയും നിന്നെയും നിർമൂലമാക്കുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ മധ്യേ അതേ സ്ഥലത്ത് അതേ സമയത്ത് ഹല്ലേലൂയ നിന്നെ ഉയർത്തുന്ന, നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? നിന്നെ നിർമൂലമാക്കും, ഒരു ഇഞ്ച് മുമ്പോട്ട് വിടത്തില്ല, മുൻപോട്ട് പോകുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാത് കെട്ടി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകളെ ശാസിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ശക്തനായ ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. യേശുവിനെ കൊല്ലുവാൻ ആലോചിച്ച അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഹല്ലേലൂയ, എവിടെ നിന്റെ അവസാനം ആഗ്രഹിച്ച ശത്രുക്കളായിരിക്കുന്നുവോ അവിടെ നിനക്ക് ഒരു ഉയർപ്പ്, ഒരു ജീവൻ, ഹല്ലേലൂയ, ഒരു അനുഗ്രഹം, ഒരു നന്മ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. വെറുതെ നാവിന്മേൽ തുള്ളിച്ചാടുന്ന വാക്കുകളുടെ അതിപ്രസരം കൊണ്ട് ഞാനിത് പറഞ്ഞു വിടുകയല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് നൽകിയത് കൊണ്ട് ഞാൻ പറയുക, പ്രൈസ് ദി ലോർഡ്, എവിടെ നമ്മുടെ അധപ്പതനം ആഗ്രഹിച്ച ആളുകളായിരുന്നുവോ അതേ സ്ഥലത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ ഉയരുവാൻ അനുവദിക്കത്തില്ലെന്നും നിന്റെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കുവാൻ സമ്മതിക്കത്തില്ലെന്നും നിന്റെ ആത്മീക ജീവിതത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിർമൂലമാക്കുവാൻ നോട്ടമിട്ട് വ്യാപരിച്ച ദുഷ്ടന്റെ പൊലികളിന്മേൽ വിജയം നൽകി നിന്നെ അതേ സ്ഥലത്ത് ഉയർത്തുന്ന, മാനിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രിയിൽ ഈ ചെറുമക്കളെ കരുവ വന്നിട്ടുണ്ട്. നീ ഇന്നിവിടെ വന്നത് വൃഥാവല്ല കേട്ടോ. ഇന്നിവിടെ ആയിരിക്കുന്നത് വൃഥാവല്ല. ആമേൻ. ഇവിടെ നമ്മൾക്ക് മാർത്തയെയും മറിയയെയും ലാസറിനെയും കാണാം. ഇവരുടെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം വാക്യം വായിച്ചിട്ടും ചിന്തിച്ചിട്ടുണ്ടോ? മാതാപിതാക്കൾ എവിടെയായിരുന്നു? നമ്മൾ കാണുവാൻ സാധിക്കുന്നത് മത്തായി 26:6 ബേഥാനിയിൽ കുഷ്ഠരോഗി ആയിരുന്ന ശീമോൻ. അടുത്തത് 14:3 മത്തായി അവിടെ കാണുന്നു കുഷ്ഠരോഗി ആയ ശീമോൻ. അപ്പോൾ അപ്പൻ കുഷ്ഠരോഗി ആയിരുന്നു എന്നാണ് വേദവചനാടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയുവാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അപ്പൻ വീട്ടിൽ പാർക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. കുഷ്ഠരോഗിയാണെങ്കിൽ എവിടെ ആയിരിക്കും പാർപ്പ്? പാളയത്തിന് പുറത്താ. നമ്മൾ അറിയാതെ പാടാറുണ്ട്, പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക എന്നാ. പാളയത്തിന് പുറത്തായി നിന്നകൾ ചുമന്നുകൊണ്ട് നമ്മളും ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുക. പക്ഷെ പാളയത്തിന്റെ പുറത്ത് ആരാണ് കിടക്കുന്നതെന്ന് ഓർത്തുകൂടെ ഒന്ന് പാടിയാൽ നന്നായിരിക്കും. അപ്പൊ കുഷ്ഠരോഗി ആയതുകൊണ്ട് വീടിന് പുറത്തായി. പുരോഹിതൻ പറയാതെ ഇനി വരാൻ പറ്റത്തില്ല, പുള്ളി അവിടെ കൊണ്ട് തീർന്നു എന്നും പറയുന്നു. അപ്പൊ പിന്നെ അമ്മ എന്തിയേ? അമ്മയുടെ അപ്പന്റെ കാര്യം പറയുന്നില്ലല്ലോ. രണ്ട് അഭിപ്രായമാണ് അമ്മയെ കുറിച്ച് പറയുന്നത്. ഒന്ന്, അമ്മ വേറെ കല്യാണം കഴിച്ചെന്ന് പറയുന്നു. തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ അത് അംഗീകരിക്കുന്നില്ല. ചിലർ പറയുന്നത് അമ്മ മരിച്ചു പോയെന്ന്. കുറച്ചു നേരത്തേക്ക് നമുക്കത് അംഗീകരിക്കാം അല്ലേ? എന്തുമായാലും അപ്പനും അമ്മയും വീട്ടിലില്ല. ബാച്ചിലർ ലൈഫ് നയിക്കുന്ന 2 സഹോദരിമാരും ഒരു സഹോദരനും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യേശു അവരെ സ്നേഹിച്ചു. ഇന്ന് നമ്മൾ കേട്ടല്ലോ, നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശു. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിച്ചിട്ട്, സ്നേഹം തന്നിട്ട് ഇനി നീ അങ്ങ് നിന്നോ എന്ന് പറയുകയല്ല, അനുദിനവും ജയോത്സവമായി നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യേശു. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ വിജയം, എൻ്റെ യേശു എൻ്റെ ഒപ്പമുള്ളതാണ് എൻ്റെ വിജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. മാർത്ത എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം മാന്യ വനിത എന്നാണ്. പക്ഷേ പലപ്പോഴും കർത്താവ് പറയുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ വർത്തമാനത്തിൽ അത്ര മാന്യതയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് അപ്പോൾ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആ വാക്കുകളിൽ അത്ര ഒരു മാന്യതയില്ല. പക്ഷേ മറിയ യേശുവിൻ്റെ പാദത്തിലിരുന്ന് വചനം പഠിച്ചവളാ.
പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവൾ യേശുവിനെ ഈ സഹോദരൻ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് അറിയിച്ചിട്ടും യേശു ഇരുന്ന സ്ഥലത്ത് വീണ്ടും ദിവസങ്ങൾ ഇരുന്നു. സ്തോത്രം. ഒരുപക്ഷേ നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പല കാര്യങ്ങളും ദൈവത്തോട് അപേക്ഷിച്ചിട്ട് സുല്ലിട്ട് വെച്ച് ഹല്ലേലൂയ ഇനി അതിന് മറുപടി ലഭിക്കത്തില്ലെന്നും ഇനി യേശു പ്രവർത്തിക്കത്തില്ലെന്നും ഇനി അതിന്മേലൊരു പ്രതിശാന്തി ഇല്ലെന്നും പറഞ്ഞ് മാറ്റിവെച്ച വിഷയങ്ങളിൽ മേൽ ഇന്ന് കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. എന്നെ കർത്താവ് ഉയർത്തും, എൻ്റെ തലമുറയെ കർത്താവ് ഉയർത്തും, എന്നെ ദൈവം മാനിക്കും. ഞാൻ ദേശത്ത് ഹല്ലേലൂയ മലമേലിരിക്കുന്ന പട്ടണം പോലെ ശോഭിക്കുവാൻ, തണ്ടിന്മേൽ കൊളുത്തി വിളക്കുവാൻ, പ്രകാശിക്കുവാൻ കർത്താവ് എന്നെ എൻ്റെ കുടുംബത്തെ സഹായിക്കുമെന്ന് ഉറപ്പോടെ പറയുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒറ്റ മാർത്തയെ ബൈബിളിലുള്ളൂ, പക്ഷേ 6 മറിയമാർ ബൈബിളിലുണ്ട്. 1 യേശുവിൻ്റെ അമ്മ മറിയ, 2 ബേഥാനിയിലെ മറിയ, 3 ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയ, 4 മർക്കോസിന്റെ അമ്മ മറിയ, 5 മഗ്ദല മറിയ, 6 റോമിലെ ഒരു വിശ്വാസി മറിയ. പല മറിയമാരും ഇതിൽ ചില മറിയമാരെ പറ്റം പിടിച്ചാൽ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പോട്ടെ, ഞാൻ അവിടെ കൊണ്ട് അത് വിടുക. പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന ഈ മാർത്തയുടെ സഹോദരിയാകുന്ന മറിയ, അവൾ ദൈവസന്നിധിയിലിരുന്ന് ആരും അപകരിഞ്ഞുകൂടാതെ വണ്ണം ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തവളായിരുന്നു. അതുകൊണ്ടാണ് പ്രശ്നം വന്നപ്പോൾ ഉടനടി യേശുവിനെ അറിയിച്ചത്. ഇന്ന് രാത്രിയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കാതെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എൻ്റെ കർത്താവേ ഇത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കർത്താവ് തൻ്റെ സമയത്ത് അത് സോൾവ് ചെയ്ത് തരും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ആമേൻ. വേദപുസ്തകത്തിൽ 2 ലാസർമാരെ നമ്മൾക്കറിയാം. എലയാസർ എന്ന പേരിന്റെ ചുരുക്കമാണ് ലാസർ എന്ന് പറയുന്നത്. എന്നാൽ ഈ ലാസർ യേശു അവിടെ വീട്ടിൽ വന്ന സമയത്തൊന്നും അവിടെ ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷേ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ഇന്നും ദൈവം ജീവിതത്തിൽ അത്ഭുതം ചെയ്തിട്ട് ഒരു സാക്ഷ്യം പോലും പറയാതെ അടങ്ങിയിരിക്കുമല്ലേ പല വിഷയങ്ങളും ഒളിച്ചു വെച്ച്. സ്തോത്രം. ഒന്ന് നന്ദി കരയേറ്റുവാൻ സാധിച്ചിട്ടുണ്ടോ? കർത്താവേ, ഇന്ന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അങ്ങ് ചെയ്ത അത്ഭുതങ്ങളുടെ നടുവിൽ ഞാൻ പലപ്പോഴും മൗനമായിരുന്നിട്ടുണ്ട്. എന്നാൽ ഇന്നു രാത്രിയിൽ എന്നെ കേൾപ്പിച്ചുണർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവവചനം അനുസരിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ, ഞാൻ അകത്തളത്തിൽ നിന്ന് വരുന്ന ഈ ആരാധന അത്യുന്നതന് അർപ്പിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. ചെറുവക്കൽ കൺവെൻഷന്റെ പ്രത്യേകത ആരാധനയും ദൈവവചനവുമാണെങ്കിൽ ഹല്ലേലൂയ, ദൈവവചനം ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവവചനം ദൈവത്തെ സ്തുതിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത നന്മകൾ ഓർത്ത്, ജീവിതത്തിൽ നാളിതുവരെ നടത്തി പരിപാലിച്ച നാഥന്റെ വിധങ്ങൾ ഓർത്ത് ഇന്നു രാത്രിയിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ആ യേശു ആളയച്ച് പറഞ്ഞതനുസരിച്ച് ആ ഭവനത്തിലേക്ക് കടന്നു വന്ന് അവരോട് പറയുക, സ്തോത്രം, കെട്ടഴിക്ക്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മളെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് ശത്രുവായൻ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ഒരു പ്രവാചകൻ വന്ന് അഴിക്കണം എന്നല്ല പറയുന്നത്, നിങ്ങൾ തന്നെ അഴിക്കണം. നമ്മൾക്ക് അധികാരം നമ്മുടെ നാവിന്മേൽ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ നാവിന്മേൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, എൻ്റെ പിതാവ് കഴിഞ്ഞ ജൂൺ 8-ാം തീയതി ഒരു ബ്രെയിൻ, അതായത് സ്ട്രോക്ക് വന്നിട്ട് റൈറ്റ് സൈഡാണ് സ്ട്രോക്ക് സംഭവിച്ചത്. ലെഫ്റ്റ് സൈഡ് പാരലൈസായി കിടക്കുക. 2 മാസം കണ്ണും തുറന്നിട്ടില്ല, വായും തുറന്നിട്ടില്ല. NG ട്യൂബ്, മൂക്കിൽ കൂടെ ട്യൂബിട്ട് ഫീഡ് ചെയ്യായിരുന്നു. ഓക്സിജൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കത്തിയിട്ടിട്ടുണ്ടായിരുന്നു യൂറിൻ ഒക്കെ പാസ് ചെയ്യാനായിട്ട്. പക്ഷേ വിശ്വാസം കൈവിടാതെ ഞങ്ങൾ വീട്ടുകാർ മാത്രമല്ല, ഞങ്ങളുടെ സഭ, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള ജനം എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
2 മാസം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂക്കിൽ നിന്ന് ട്യൂബ് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഷാജി പാസൊക്കെ അവിടെ ഒന്ന് കണ്ടതാ. മൂക്കിൽ നിന്ന് ട്യൂബ് മാറ്റി. ഇപ്പൊ വായിൽ കൂടെ വല്ലതും കൊടുത്താൽ കഴിച്ചോളും. ആ പരുവമായി. ഞാൻ വിശ്വസിക്കുന്നു പിതാവിനെ എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ ഹല്ലേലൂയ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 6 മാസമായെങ്കിലും ഹല്ലേലൂയ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, എന്റെ കർത്താവ് അത്ഭുതം ചെയ്യും. ഇന്ന് വൈകിട്ട് എന്നെ ഒരു ദൈവദാസൻ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ദൈവാത്മാവ് അദ്ദേഹത്തിന് ഒരു ദർശനം കൊടുത്തു, എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം, പിതാവ് എഴുന്നേൽക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കണം. ഞാനും 2 മാസം മുമ്പ് ഇത് കണ്ടതാ. അത് കഴിഞ്ഞ് എൻ്റെ വൈഫും കണ്ടു, എൻ്റെ മാതാവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ അന്നേരം അമ്മച്ചി വിളിച്ചു പറഞ്ഞു, പിതാവിന് ഒന്നും സംഭവിക്കത്തില്ല, അപ്പച്ചൻ എഴുന്നേൽക്കുമെന്ന് പറയുവാണ്ടായി തീർന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ആ ഉയർപ്പിന്റെ ശക്തി, ആരോഗ്യം പകരുന്ന, ബലം പകരുന്ന, തളർന്നവനെ ശക്തനാക്കുന്ന, നരിയാണി തളർന്നു കിടന്നവനെ അത് ഉറപ്പിച്ചുകൊണ്ട് ആ ഹല്ലേലൂയ ആലയത്തിൽ കൂടെ ഹല്ലേലൂയ തുള്ളിയും ചാടിയും നടത്തിച്ച ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ ശക്തനായി നമ്മളോടൊപ്പമുണ്ട് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. പക്ഷേ കെട്ടഴിച്ചു, ലാസർ ജീവൻ പ്രാപിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. 12:1-2 വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അത്താഴം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും പലപ്പോഴും സൗഖ്യം പ്രാപിക്കും, ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കും. പക്ഷേ നന്ദി കരയറ്റുന്ന കാര്യത്തിൽ പലപ്പോഴും പിറകോട്ടാണ്. പിന്നെ പ്രാർത്ഥിച്ച ദൈവവാസനെ അറിയത്തില്ല, പ്രാർത്ഥിച്ച ദൈവജനത്തെ അറിയത്തില്ല. എൻ്റെ ദൈവമേ, അങ്ങനെയുള്ള നന്ദികേടുകൾ ഉള്ളവരാണ് നമ്മളൊക്കെ. എന്നാൽ അവിടെ മറിയ ഒരു അത്താഴം ഒരുക്കി. അവിടെ മുൻപിൽ ലാസർ ഉണ്ടായിരുന്നു. അത്താഴം ഒരുക്കി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ആ കർത്താവിൻ്റെ പാദത്തിൽ ഹല്ലേലൂയ ആ സ്വച്ഛജലമാംസി തൈലം ഒഴിച്ച് ആ തലമുടി കൊണ്ട് ആ തോർത്തുന്ന സംഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മനുഷ്യന്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് കാല്, കാലിൽ തന്നെ താഴ്ന്ന ഭാഗമാണ് പാദം, കാൽപാദം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് ഈ തല. ഈ ശിരസിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് മുടി. ഈ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും ഉന്നതമായതിനെ താഴ്ന്നു നിൽക്കുന്ന അരുമനാഥന്റെ പാദത്തിൽ കൊണ്ടുവന്ന് അവൾ ആ പരിമള തൈലം തുടച്ചെടുത്ത് നന്ദി കാണിച്ചെങ്കിൽ അതിന്റെ സൗരഭ്യവാസന മണത്തട്ട് ഒരാള് പറയുക, ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നു, 300 വെള്ളിക്കാശ് കിട്ടുമായിരുന്നു എന്ന്. ദരിദ്രന്മാരെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിട്ടൊന്നും അല്ല എന്ന് അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഏകദേശം 1 വർഷത്തെ അധ്വാന ഫലം ഹല്ലേലൂയ സൗരഭ്യവാസനയായി അവിടെ അവൾ ചിലവാക്കിയെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം ചിലവാക്കിയാൽ പറ്റും? നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഓർത്ത്, ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് നമ്മൾ എത്ര കണ്ട് ദൈവത്തെ സ്തുതിച്ചാൽ പറ്റും. പക്ഷേ നമ്മൾ പലപ്പോഴും ശത്രുവിനെ പഴിച്ചാൽ നടക്കുന്നത്. സത്യമല്ലയോ? ഇന്നലെ രാത്രിയിൽ ഒരു വ്യക്തി, ഇവിടെ വരല കേട്ടോ, കണ്ണടച്ചതേ ഉള്ളൂ, പിശാച് എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. എനിക്ക് അതിശയം തോന്നി. കാരണം കണ്ണടച്ച ഉടനെ പിശാചിനെ കാണുന്നത് അത്ര നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അങ്ങനല്ലേ? നമ്മുടെ മനസ്സിൽ എന്താണോ കൂടുതൽ ചിന്ത അത് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഓലക്കുടയുടെ ദോഷം പറയാതെ ശീലക്കുടയുടെ ഗുണം പറയണം. ഈ സെയിൽസിലുള്ളവർക്കറിയാം, ഒത്തിരി മറ്റ് കോമ്പറ്റേറ്റേഴ്സിനെ കുറ്റപ്പെടുത്താതെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് നല്ലവണ്ണം നടക്കും. അതൊരു സെയിൽസ് ടൂളാണ്. ഒരു സെയിൽസ്മാനെ ഒരു രാജ്യത്ത് വിട്ടു ചെരുപ്പ് കച്ചവടത്തിന് വേണ്ടി. അവിടെ ചെന്നപ്പോൾ ഒറ്റ മനുഷ്യൻ ചെരുപ്പിടുന്നവരില്ല, അയാൾ തിരിച്ചു പോരുന്നു. എന്നിട്ട് കമ്പനി വേറൊരാളെ വിട്ടു. വേറൊരാളെ വിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓർഡർ ചെയ്തു, കമ്പനിയിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒരൊറ്റ ലോഡ് ചെരുപ്പിഞ്ഞ് വിട്ടേക്കാൻ. കാരണം ഇവിടെ ഒറ്റ ഒരത്തും ചെരുപ്പിടുന്നവനില്ല. എല്ലാം എഡ്യൂക്കേറ്റ് ചെയ്താൽ അവന്മാർ എന്ത് ചെയ്യും? ചെരുപ്പിടും. അപ്പം നമ്മൾ യേശുവിനെ ഉയർത്തുന്നവരായി തീരണം.
നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ യേശുവുമായിട്ടുള്ള ആ ബന്ധം നമ്മൾക്ക് ദർശിക്കുവാനിടയാകണം. ഇന്നിവിടെ കേട്ടതുപോലെ എൻ്റെ യേശു ആര്? എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ നിത്യത നൽകുന്നവൻ, എന്നെ ശാശ്വത ഭവനത്തേക്കുള്ള യാത്രയിൽ അനുദിനവും ചേൽസുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ യേശുവിനെ ദർശിക്കുവാൻ ഇടയാകുമെങ്കിൽ നമ്മൾക്ക് ഭയക്കേണ്ട കാര്യമില്ല. ജീവിതത്തിലെ മരിച്ചു കിടക്കുന്ന വൃക്ഷങ്ങളിന്മേൽ ഒരു ഉയർപ്പ് നൽകുവാൻ കർത്താവിന് കഴിയും എന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. The Bible says that devil is like a roaring lion. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അലറുന്ന ഒരു സിംഹം പോലെയാണ് പിശാച് എന്ന് ബൈബിൾ പറയുന്നു. He comes in the darkness and tries to frighten the children of God with his mighty roar. അവന്റെ വലിയ അലറുന്ന ആ അലർച്ച കൊണ്ട് തൻ്റെ മക്കളുടെ അടുത്ത് വന്നിട്ട് അവരെ അങ്ങ് ഭയപ്പെടുത്തുവാൻ തോന്നും. പക്ഷേ when we switch on the light of the word of God, you will discover that there is no lion, there is only a mouse with a microphone. മനസ്സിലായി ഞാൻ പറഞ്ഞേ? നമ്മൾ ഇത് നമ്മുടെ ആഫ്രിക്കയിലെ ഒരു ഉണർവ് പ്രാസംഗനായിരുന്ന ഒരുപാട് ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ച റെയ്നാർഡ് ബോങ്കെ പറഞ്ഞ ഒരു വാചകമാണ്. ശത്രുവായവൻ ഈ അലറുന്ന സിംഹത്തെ പോലെയാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ പേടിച്ചിരിക്കുക. പക്ഷെ വചനമാകുന്ന വെളിച്ചം അങ്ങോട്ട് കത്തിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും അവൻ വെറും മൈക്രോഫോൺ കയ്യിൽ പിടിച്ച് തൻ്റെ ജനത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എലിയാണെന്ന്. ഇതിനെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും പേടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സമയം അവസാനിക്കാറായി എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇന്നു രാത്രിയിൽ ഞാൻ പറയട്ടെ, നമ്മൾ യേശുവിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. നമ്മുടെ യേശുവിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. നമ്മുടെ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നമ്മൾക്ക് അതോടുകൂടെ സകലവും തന്നിട്ടുണ്ട്. ഇനി അത് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചാൽ മാത്രം മതി. എന്തിനും ഏതിലും കുറ്റാരോപണം നടത്താതെ കർത്താവിനോട് പറയണം, എൻ്റെ കർത്താവേ, എനിക്ക് പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഇന്നു രാത്രിയിൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. അവിടുത്തെ കൃപയുടെ അളവറ്റ വ്യാപാരം ഇന്നു രാത്രിയിൽ എന്റെ മേൽ വ്യാപരിപ്പിക്കണമേ എന്റെ കർത്താവേ എന്ന് പറയുവാനിടയായി തീരട്ടെ. എത്ര പേർ ദൈവത്തോടത് പറയും? എനിക്ക് തന്ന സമയത്തിൽ ഇനി ഒരു 5 മിനിറ്റോളം കൂടെ ബാക്കിയുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് യേശുവിനെ ഉയർത്തി ഇരിക്കുവാൻ താല്പര്യപ്പെടുക. പ്രൈസ് ദി ലോർഡ്. രാജാവ് തൻ്റെ സൈന്യത്തിൽ 5 ക്യാപ്റ്റന്മാരെ നിയമിച്ചു. അവർ മുഖാന്തരം തനിക്ക് ഒരുപാട് യുദ്ധങ്ങൾ ജയിക്കുവാൻ ഇടയായി. അപ്പോൾ രാജാവ് അറിയിച്ചു, ഈ ക്യാപ്റ്റന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം എന്ത് വേണേലും ചോദിച്ചോ, അത് ഞാൻ നിവർത്തിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തവൻ പറഞ്ഞു, എനിക്ക് പാർക്കുവാൻ വീടില്ല, എനിക്കൊരു വീട് വേണം. നമ്മൾ ചിലർ പറയുന്ന പോലെ നമുക്കെല്ലാം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും തന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന പോലെ, ബഡ്ജറ്റ് എയർലൈൻസിൻ്റെ അല്ല പറയുന്നത്, അല്ലാത്ത ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുക്കുമ്പം ഫുഡ് ഇൻക്ലൂഡ് ആയിരിക്കുന്ന പോലെ നമ്മൾക്കെല്ലാം തന്ന കർത്താവ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യൻ, ഈ ക്യാപ്റ്റൻ പറഞ്ഞു, എനിക്ക് വീടില്ല, എനിക്കൊരു വീട് വേണം. അപ്പോൾ രണ്ടാമത്തവൻ പറഞ്ഞു, രാജാവിൻ്റെ മൂത്ത മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണം, അവൻ്റെ വലിയ ആഗ്രഹമാണ്. മൂന്നാമത്തവൻ പറഞ്ഞു, ഞാൻ സാമ്പത്തികമായി ഭയങ്കര പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് എൻ്റെ ബാങ്കിൽ കുറച്ച് പൈസ നിക്ഷേപിച്ച് തന്നാൽ കൊള്ളാം. അപ്പോൾ നാലാമൻ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് പോകാൻ റോഡില്ല രാജാവേ, അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു റോഡ് ഉണ്ടാക്കി തരണം. അഞ്ചാമത്തവൻ വളരെ ബുദ്ധിമാനാണ്. അവൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്ക് മുന്നമേ ഈ 4 ക്യാപ്റ്റന്മാർ 4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, എനിക്ക് അതൊന്നും വേണ്ട, രാജാവ് എൻ്റെ വീട്ടിൽ വന്ന് 1 മാസം താമസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ആഗ്രഹം അറിയിച്ച ആ ക്യാപ്റ്റന്റെ വീട് ശരിയാക്കാനും ആ വീട്ടിലേക്കുള്ള വഴി ശരിയാക്കാനും ലൈറ്റുകൾ ശരിയാക്കാനും അവന് ആവശ്യമായ ബാങ്ക് ബാലൻസ് കൊടുക്കാനും മാത്രമല്ല, രാജാവ് വീട്ടിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവർ ഉണ്ടാക്കിയത് കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മകളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് അവന്റെ വീട്ടിൽ ചില ജോലിക്കാരെയും കൂടെ കൊടുത്ത് അങ്ങനെ അവനെ ഉയർത്തിയതുപോലെ രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്ന നമ്മുടെ യേശു കർത്താവിനെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ അനുഗമിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ഇന്നു രാത്രിയിൽ ആ ദൈവത്തോട് പറയണം, രാജാതി രാജാവേ, കർത്താതി കർത്താവേ, എന്നെ ഉയർത്തുന്ന, എന്നെ മാനിക്കുന്ന ദൈവമേ, എന്റെ ജീവിതത്തിൽ എല്ലാമായ കർത്താവേ, ഇന്നു രാത്രിയിൽ എന്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് നൽകണമേ, എനിക്കൊരു മാന്യത നൽകണമേ. എന്റെ കർത്താവേ, ശത്രുവായവൻ ബന്ധിച്ചു വച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഇന്നു രാത്രി അഴിയുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് ശത്രുവായൻ ബന്ധിച്ചു വച്ചിരിക്കുന്ന ഹല്ലേലൂയ അണക്കെട്ടുകളെ ഇന്നു രാത്രി ആരാധനയിൽ പൊട്ടിച്ച്
ഹല്ലേലൂയ. മരിച്ചു നാലായാലും ഉയർപ്പിക്കുവാൻ കഴിവുള്ള അധികാരമുള്ള ദൈവത്തോട് പറ, എന്റെ യേശുവേ നീയാണ് എന്റെ ജീവിതത്തിലെ എല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ആ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ലാസറിന്റെ ജീവിതത്തിൽ അവനെ ഉയർപ്പിച്ച് അത്ഭുതം പ്രവർത്തിച്ച് ആ ദേശത്ത് അവന്റെ പേര് കൊടുത്തെങ്കിൽ, ലാസറിന്റെ പട്ടണം എന്ന് കൊടുത്തെങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ നമ്മുടെ സ്ഥലത്തെ അറിയപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒറ്റ കാര്യം ചെയ്യണം, എൻ്റെ യേശുവേ എനിക്ക് നീ മാത്രം മതി, നീ മാത്രം മതി. കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് എന്നെ മാനിക്കണമേ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കേണ്ടെന്ന അധികാരികളുടെ അധികാരപത്രം വാങ്ങിയ അഹങ്കാരത്തോടെ അന്തരീക്ഷത്തിലിട്ട് അമ്മാനമടി നടന്ന ശൗലിനെ, പ്രൈസ് ദി ലോർഡ്, ഓ ഹല്ലേലൂയ, ഡെമസ്കോസിൽ വെച്ച് സൂര്യനെ വെല്ലുന്ന വെളിച്ചം കൊണ്ട് അടിച്ച് താഴെ ഇട്ടിട്ട് നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു എന്ന് കർത്താവ് പറയിച്ചെങ്കിൽ ഇന്ന് ആ യേശു എന്റെ ഒപ്പമുണ്ടെന്ന് വിശ്വസിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരത്തിന് നന്ദി. വാക്കുകൾക്ക് വിരാമം. എന്റെ പിന്നാലെ ശുശ്രൂഷിക്കുന്ന ദേവദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.